everyone. Good evening and welcome to yet another session of OP 9.0 Ignite, Innovate, Integrate. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സെഷൻ 8 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു സെഷൻ പോകുന്നത്. ഈ ഒരു സെഷന് വേണ്ടിയിട്ട് അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഫാക്കൽറ്റി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്നോടൊപ്പം ഈ ഒരു സെഷനിൽ നമ്മുടെ അക്ഷര മാം ഉണ്ട്, അതേപോലെ മുബീന മാമും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഫാക്കൽറ്റിയും നമ്മുടെ അനന്തുരാജ് സാറാണുള്ളത്. സാറിനെയും ഒരു ഹാർട്ട്ഫുൾ ആയിട്ട് ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ദാറ്റ് ഇസ് സാർ നമ്മൾ പ്രസന്റ് ആണ്. ദാറ്റ് ഇസ് സാറിന്റെ ഒരു ഇൻട്രോ ഞാൻ നിങ്ങൾക്ക് തരാം. ആൻഡ് ഹി ഈസ് ആൻ അക്കംപ്ലിഷ്ഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, currently pursuing his PhD in commerce. He has demonstrated academic excellence by qualifying for the UGC NET and SET examinations. ഇനി സാറുടെ കുറച്ച് പൊസിഷൻസ്, ഹെൽത്ത് പൊസിഷൻസ് പറയാം. ദാറ്റ് ഇസ് ഹി സെർവ് ആസ് എ സെക്രട്ടറി, റിസർച്ചേഴ്സ് ഫോറം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. And he is also an assistant editor in the editorial board of Commerce and Business Researcher. And he also worked as an assistant professor in commerce at University Institute of Technology, University of Kerala. In certain കുറച്ച് ഡീറ്റെയിൽസ് ഓഫ് പബ്ലിക്കേഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ജേർണൽസ് ആണെങ്കിൽ ദാറ്റ് ഫസ്റ്റ് ഒരു ജേർണൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഇൻഫർമേഷൻ അവൈലബിലിറ്റി ഓൺ ബാങ്കിങ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതേപോലെ പ്രോബ്ലംസ് ഓഫ് റൂറൽ ബാങ്കിങ് കസ്റ്റമേഴ്സ് ഇൻ കേരള ആൻഡ് ബാങ്കിങ് ലിറ്ററസി എമംഗ് കസ്റ്റമേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്, innovative financial products and financial inclusions. And one of his edited book is Ace the Count's Critical Appraisal in Commerce. This is ISBN publications എന്ന് പറയുന്നത് Unified Mobile Application for New Age Governance, a Digital India Government Initiative for M-Governance. അടുത്തത് Impact of Goods and Service Tax on Accounting and Financial Reporting in India. ആസ് എ ദാറ്റ് ഇസ് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സാറുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് സാർക്ക് ഷെയർ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് സാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓവർ ടു യു സർ. Good evening to one and all. Okay, myself Anandaraj, I'm working as assistant professor at University of Kerala. ഇന്നിവിടെ ഇവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് സെഷൻ ആയിട്ടൊന്നും ആരും കരുതണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ചിട്ട് ചെയ്യാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഏരിയയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പണ്ട് കാലങ്ങളിൽ നിങ്ങളൊക്കെ +1 +2 കൊമേഴ്സ് ഉള്ളവരുണ്ടാവാം, ഇനി കൊമേഴ്സ് അല്ലാത്ത നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ലോകത്ത് അതൊന്നും ഒരു മാറ്റർ അല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സബ്ജക്ട് പഠിക്കാൻ വരുന്നത് നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് തന്നെയാണ്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് അതിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്കൊരു വലിയൊരു ലോകമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് തുറന്നു നിൽക്കുന്നത്. അപ്പൊ അതില് ജസ്റ്റ് നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, അത് കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് വരാം. അപ്പൊ നമ്മൾ ഇഗ്നോ വഴി ഈ കോഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊമേഴ്സിന്റെ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം വെച്ചാൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെ മാറി മാനേജ്മെന്റ് സയൻസ് എന്നുള്ള വാക്കിലേക്ക് എത്തി. കാരണം സയൻസ് ആണ് ലോകം എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൊമേഴ്സും മാനേജ്മെന്റ് ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഒരു ആർട്ട് സബ്ജക്ട് എന്നൊക്കെ എഴുതി തള്ളിയ സമയത്ത് നിന്ന് മാറി ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മാറി. അപ്പൊ അത് സെലക്ട് ചെയ്ത നിങ്ങൾക്കും സെലക്ട് ചെയ്യാനിരിക്കുന്ന നിങ്ങൾക്കും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റീസ് നൽകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം എന്താണ് നമ്മുടെ കൊമേഴ്സിന്റെ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള അതിന്റെ ഫ്യൂച്ചർ എന്തൊക്കെയാന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മുടെ എക്കണോമി ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന എക്കണോമിയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു യങ്ങർ ജനറേഷനിൽ മാറി ഇപ്പൊ അടുത്ത ജനറേഷനിലോട്ട് വന്നപ്പോഴത്തേന് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റും വരുന്നത്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിസിനസ് ഡെവലപ്മെന്റുകൾ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ, ഇതിനകത്തൊക്കെ ഒരു കൊമേഴ്സുകാരൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റിന് വലിയ രീതിയിലുള്ള റോളുകൾ ഉണ്ട്. പിന്നെ നമുക്കിപ്പം റെഗുലർ ക്ലാസ്സുകൾ ആയിട്ട് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇഗ്നോ എന്ന് പറയുന്ന ഒരു വലിയൊരു
യൂണിവേഴ്സിറ്റി നിലയിൽ വന്നു. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം അറേഞ്ച്മെന്റ്സ് ആണ്. നമ്മുടെ വീക്കെൻഡുകളിലാണ് ക്ലാസ്സുകൾ വരുന്നത്, ഹോളിഡേ ക്ലാസ്സുകളൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താ ഇവിടെ ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് വൈഡ് വെറൈറ്റി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇഗ്നോയുടെ കീഴിൽ നമുക്ക് കിട്ടും. അപ്പം ഇഗ്നോ ഓഫർ ചെയ്യുന്ന പഠന രീതിക്ക് നമ്മൾ പറയുന്ന പേര് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. അതായത് പണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് അത് മാറി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയി. കാരണം ഓൺലൈൻ മോഡ് ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോ ഓൺലൈൻ MBA ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ MG യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓൺലൈൻ MBA എനേബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇഗ്നോ വഴി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സമയം നഷ്ടപ്പെടുന്നില്ല. അതേസമയം നമുക്ക് കിട്ടുന്നത് നമുക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു സമയം നമുക്ക് എംപ്ലോയ്മെന്റ് പർപ്പസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ ഇത് ഡീൽ ചെയ്യാന്നുള്ളൊരു അറിവ് കിട്ടുന്നു. പിന്നെ നമുക്കിപ്പോ ഇഗ്നോയുടെ ഇപ്പം പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇഗ്നോയുടെ സിലബസ് ആണ്. ഇത് ഇഗ്നോയുടെ മാത്രമല്ല, നിങ്ങൾ എവിടെ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാലും, ഇപ്പൊ സപ്പോസ് നിങ്ങളിപ്പോ ഒരു BCom സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ MCom സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ BBA, MBA, CA, പിന്നെ CS, ഇങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെജോറിറ്റി വരുന്ന കോർ സബ്ജക്റ്റുകൾ അക്കൗണ്ടിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓർഗനൈസേഷൻ ബിഹേവിയർ, എക്കണോമിക്സ്, ഇൻകം ടാക്സ്, അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുറെ സബ്ജക്റ്റുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് ഇഗ്നോ വഴിയൊക്കെ പഠിക്കുന്നതിന്റെ നമ്മുടെ കണ്ടിന്യൂയിങ് അസസ്മെന്റ് എന്ന് പറയും. CA മാർക്ക് നമ്മൾ പണ്ട് ഡിഗ്രി നമ്മൾ +1 +2 പഠിക്കുമ്പോൾ നമുക്കൊരു 20 മാർക്കിലൊക്കെ നമ്മളെ അസസ് ചെയ്യുന്ന, ടീച്ചേഴ്സ് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടാവും. അത് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന അസൈൻമെന്റ്സ് ത്രൂ ആണ്. അല്ലെങ്കിൽ ഓരോ കേസ് സ്റ്റഡീസ് തരും, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ അസസ് ചെയ്യാനായിട്ട് അവിടെ തീരുമാനിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ. അത് നമ്മൾ അസൈൻമെന്റ്, കേസ് സ്റ്റഡീസ് ഒക്കെ എഴുതാൻ തരുന്ന സബ്ജക്റ്റുകൾ വൈഡ് സബ്ജക്റ്റുകളായിരിക്കും. അപ്പൊ അത് നമ്മൾ റെഫർ ചെയ്ത് അത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്കൊരു എക്സ്പെർട്ടൈസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാറ്. ഇപ്പൊ ഞാനിപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ വൈവാവോസി എക്സാമിനർ, പേപ്പർ വാല്യൂഷന്റെ പാനലിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതപ്പോ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ പ്രോജക്ട് റിപ്പോർട്ടിന്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ വൈവാവോസി അസൈൻമെന്റ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. കുട്ടികളൊക്കെ നല്ല ഇപ്പം നമ്മുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഫോൺ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. നമ്മൾ എന്തായാലും നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. നമുക്കറിയാത്തൊരു ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാതെ പോകില്ല. അപ്പൊ അതൊക്കെ ഈ അസൈൻമെന്റ്, കേസ് സ്റ്റഡീസ്, പ്രോജക്ട് റിപ്പോർട്ട്, ഇന്റേൺഷിപ്പ് ഒക്കെ തരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു നോളജ് കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് BCom കഴിഞ്ഞ MCom, BBA കഴിഞ്ഞ MBA എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ BBA കഴിഞ്ഞാൽ MBAക്ക് പോകണം എന്ന നിർബന്ധമൊന്നുമില്ല. MCom പഠിച്ച് ടീച്ചിങ് ഫീൽഡ് സെലക്ട് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ടാവും. ഇനി BCom കഴിഞ്ഞ് MBAക്ക് പോയി കുറച്ചുകൂടെ മാനേജ്മെന്റ് ഫീൽഡ് സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ സ്വയം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. യാതൊരു പൈസ ചെലവുമില്ല. കാരണം ഒരു പരീക്ഷ പഠിക്കുന്നതിന് അല്ലെങ്കിൽ എൻറോൾ ചെയ്യുന്നതിന് യാതൊരു ചെലവില്ലാതെ എൻറോൾ ചെയ്യാം. പരീക്ഷ എഴുതുന്നതിന് 1000 രൂപ ഫീസ് അടയ്ക്കണം. 40% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷ പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ പൈസ തിരിച്ച് റീഫണ്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയകൾ, അതായത് ഇപ്പൊ നമ്മളിപ്പോ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളെ ഒരു സബ്ജക്റ്റിന് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഇപ്പം കൂടുതൽ സബ്ജക്റ്റുകൾ, ഇതിന്റെ എല്ലാം കൂടെ ഒരു 2 സബ്ജക്റ്റുകൾ ഒരുമിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞു മാനേജ്മെന്റ് സയൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യം മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് എന്ന് പറഞ്ഞല്ലേ പഠിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് മാറി ആർട്ടും സയൻസ് എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പൊ സയൻസ് എന്ന് തന്നെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു നമ്മുടെ ഒരു മാനസികാവസ്ഥയിലോട്ട് എല്ലാവരും വന്നിരുന്നു. അപ്പൊ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ, സ്വയം സർട്ടിഫിക്കേഷനെ ഇപ്പൊ ഗവൺമെന്റ് തന്നെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, നമുക്ക് എന്തോ നമ്മളിപ്പോ ഒരു MCom MBA പഠിക്കാൻ പോയപ്പോൾ നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തത് HR ആയിരിക്കും. പക്ഷെ നമുക്ക് അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഒരു ജോലിക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്.
അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ അതിനകത്തുള്ള അഡീഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് ആ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഒരു MBA എടുത്ത് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എടുത്ത് പോകേണ്ട സമയമില്ല. ഇതൊരു 3 ആഴ്ച 4 ആഴ്ച കോഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കോഴ്സ് കഴിയും. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫർ ചെയ്യുന്നത് IGNO ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നതുണ്ട്. പിന്നെ IITs, IIMs ഇവരൊക്കെ ഓഫർ ചെയ്യുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാനും ആ സ്കോറുകൾ നിങ്ങളോടൊപ്പം ആഡ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഇലക്ടീവുകൾ ഇപ്പൊ 2 ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് അങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ക്രെഡിറ്റുകൾ നിങ്ങളുടെ ഡിഗ്രിയുടെ കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പ് കൂടെ ഉണ്ട്. ഇനി നമ്മുടെ റോളുകളാണ് നമ്മുടെ കരിയറിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഇപ്പൊ നമ്മൾ സാധാരണ കേട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ് കൊമേഴ്സുകാർക്കും അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്നവർക്കുള്ള ഏരിയാസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ഇപ്പൊ എവിടെ പോയാലും കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഏരിയാസ് ആണ് ഫിനാൻസ്, അതായത് ബാങ്ക് അല്ല അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ. പിന്നെ അടുത്ത മാർക്കറ്റിംഗ് ഇപ്പൊ MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്കോപ്പ് മാർക്കറ്റിംഗിലുണ്ട്. മാർക്കറ്റിംഗിൽ നമ്മളിപ്പോ വിചാരിക്കുന്നത് നമ്മൾ ഡോർ ടു ഡോർ സെല്ലിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട്, അതായത് മാർക്കറ്റിംഗിന്റെ മാനേജേഴ്സ് ആവുക എന്നുള്ളതാണ്. അതല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലില് ഒന്നുമേ നമ്മൾ ചിന്തിക്കുന്നില്ല. HR അല്ലെങ്കിൽ സ്ട്രാറ്റജി, ഇ-കൊമേഴ്സ് ഇതൊക്കെ എമർജിംഗ് ആയിട്ടുള്ള ഏരിയകളാണ്, അല്ലെങ്കിൽ ഓൾറെഡി എമർജ്ഡ് ആയിട്ടുള്ള ഏരിയസ് ആണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ടെക്നോളജി വന്നപ്പോഴത്തേനും നമ്മുടെ പൊസിഷൻസിന് അതുപോലെ സ്കോപ്പിനും അല്ലാതെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഭയങ്കരമായ മാറ്റം വരും. പിന്നെ നമ്മളിപ്പം എന്തായാലും ഇപ്പൊ നിങ്ങൾ കൊമേഴ്സ് പഠിക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കുകയോ ചെയ്യും. പക്ഷെ എന്തായാലും നമുക്ക് എന്താ വേണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എന്താണോ നമുക്ക് ആവേണ്ടത്. അല്ലാതെ എനിക്ക് ഒരു ഡിഗ്രി വേണം, അതിനായി ഞാൻ കൊമേഴ്സ് എടുത്തു, അതിനായി ഞാൻ BBA എടുത്തു, അല്ലെങ്കിൽ അതിനായി ഞാൻ ഒരു PG വേണം, അതിനായിട്ട് ഞാൻ MCOM എടുത്തു, അല്ലാതെ MBA എടുത്തു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അതൊരു ഗ്രോത്തേ നമുക്ക് തരുന്നില്ല. കാരണം അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ജസ്റ്റ് നമ്മൾ പാസ്സായി നമുക്കുള്ള ആ ഡിഗ്രി സമ്പാദിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പം പെർസെന്റേജ് മാർക്ക് ഇപ്പൊ എന്തായാലും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മുടെ എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷനിൽ കൂടെ നമുക്ക് മാർക്ക് കിട്ടുന്നു. അതിന്റെ ബേസിസിൽ നമ്മളെ പണ്ട് റാങ്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ റാങ്കിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ CGPA അല്ലെങ്കിൽ SGPA എന്നുള്ള വാക്കുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കോറിനെ 10 പോയിന്റ് സ്കെയിലിൽ റാങ്ക് ചെയ്യും. അതില് ഏറ്റവും കൂടുതലുള്ളവർ തന്നെയാണ് അന്നും ഇന്നും മെറിറ്റ്. അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പൊ അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് മിനിമം ഒരു അക്കാഡമിക് സ്റ്റഡി മാത്രം പോരാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്ട് റിപ്പോർട്ട്, ഇന്റേൺഷിപ്പ്, പിന്നെ അസൈൻമെന്റ്സ്, ഇതിനകത്തൊക്കെ നമ്മുടെ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ഈ പറയുന്ന ആ ഇമ്പ്രൂവ്മെന്റ് പഠനത്തിൽ മാത്രമല്ല, അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഒരു ജോലിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും, മെച്ചം ഉണ്ടാവും. അതിനകത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞ സ്റ്റഡി ഗ്രോത്ത് നമുക്ക് പഠനത്തിൽ നമുക്ക് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് വേണം. ഒരു ഏരിയ എടുക്കുക, ആ ഏരിയ പഠിച്ചു തീർക്കുകയല്ല, അതിന് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ എന്റെ ലൈഫിൽ എനിക്കിപ്പം ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ, ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, ഉറപ്പായിട്ടും ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു 100% കുട്ടികളില് ഒരു 60-70% കുട്ടികൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ കൊമേഴ്സ് ഓറിയന്റഡ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓറിയന്റഡ് ആണ്. അതിൽ വളരെ റയർ ആൾക്കാർ മാത്രമേ, ഒരു സമയത്ത് ട്രെൻഡായിരുന്നു എഞ്ചിനീയറിംഗ്, മെഡിസിൻ. അപ്പൊ അതിനുശേഷം വന്ന ട്രെൻഡാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ പ്രൊഡക്ഷൻ ലെവൽ, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേന് അവിടെയൊക്കെ ആൾക്കാർ വേണം മീൻസ് ഈ ഏറ്റവും താഴെത്തട്ടിലെ ജോലിക്കാർ വേണം എന്നുള്ളതല്ല. അവിടെ മാനേജീരിയൽ എബിലിറ്റി ഉള്ള മാനേജറിയൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വേണം. അവരെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് മിനിമം ക്വാളിഫിക്കേഷൻ ബേസിലായിരിക്കും. അതെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു PG ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ PG ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. നമുക്കിപ്പം സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇപ്പൊ നമ്മൾ കുറെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഒക്കെ ഇല്ലേ, അതായത് ഹെഡ്ജ് ഇക്വിറ്റീസ്, അങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, അവിടെയൊക്കെ നമുക്ക് എന്താ ജോലിക്കുള്ള ഒരു അവസരം എവിടാന്ന് വെച്ചാൽ ഇപ്പം. പക്ഷെ എപ്പോഴും നമുക്ക് എന്തേ ഉള്ളൂ, ഒരു കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ അവസരം. അതല്ലാതെ ഇപ്പൊ ഒരു കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളോടും പറയും, നമ്മൾ ഈ പഠിക്കുന്ന ആ ഒരു സമയത്തേക്ക് മാത്രം പഠിക്കാതെ
എന്തെങ്കിലും കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് പഠിക്കുക, കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ചുകൂടെ അനലിറ്റിക്കൽ സ്കിൽ ഉള്ളവരെയാണ് ആവശ്യം. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസുകൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫിനാൻഷ്യൽ മോഡൽ. ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റ വെച്ചുകൊണ്ട് ഓരോ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന വഴി വിച്ച് മോഡൽ ഈസ് ബെറ്റർ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അത് ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് മാനേജ്മെന്റ്. അവിടെ നമ്മൾ സാധാരണ നമ്മൾ കണ്ടു 2 ദിവസം മുമ്പ് നമ്മൾ കേട്ടിരുന്നു ബഡ്ജറ്റ് എന്നുള്ളത്. ബഡ്ജറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഫോർകാസ്റ്റിംഗ്, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം പറയും ഈ വർഷം പ്രൈസ് കൂടും കുറയും, അതല്ലെങ്കിൽ ഈ ഒരു സീസണിൽ എന്താ വ്യത്യാസം ഉണ്ടാകുന്നതിനുള്ള ഒരു ഫിഗറിന്റെ, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഒരു ബിസിനസ് ഒക്കെ ആകുമ്പോൾ വലിയ വലിയ എമൗണ്ടിലായിരിക്കും ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലെ ചേഞ്ച് പോലും വലിയൊരു നഷ്ടം ഉണ്ടാകും. അപ്പൊ നഷ്ടം വരാതിരിക്കാനായിട്ട് ആ സിറ്റുവേഷൻ ഒക്കെ ചെയ്യുന്നതിന് തടയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഡേറ്റാസ് വെച്ച് എന്ത് ചെയ്യുക, ഫോർകാസ്റ്റിംഗ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, ബഡ്ജറ്റിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ അറിയാം, ഇപ്പൊ നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ട, എല്ലാം സിസ്റ്റത്തിൽ ലോഡിംഗ് ആണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കാനും എന്താണ് ഇതിന്റെ കറക്റ്റീവ് ആക്ഷൻസ് എന്നുള്ളത് പറഞ്ഞ് ആ ബിസിനസിന്റെ ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ലെവലിലുള്ള ആൾക്കാരാണ് MBA എടുക്കുന്ന അല്ലെങ്കിൽ MCOM എടുക്കുന്ന ആൾക്കാർ. നെക്സ്റ്റ് വൺ ഇസ് റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് ഇപ്പൊ നമ്മുടെ ഏത് ബിസിനസ്സിലും ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള റിസ്കുകളുണ്ട്. അതിലൊന്നാണ് ഫിനാൻഷ്യൽ റിസ്ക്, ബിസിനസ് റിസ്ക്, എൻവയോൺമെന്റൽ റിസ്ക്, അങ്ങനെ ഒരുപാടാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഇതെങ്ങനെ റിസ്ക് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, അതായത് കുറയ്ക്കാനായിട്ട് പറ്റും. ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാം, ഏതൊക്കെ ആക്ഷൻസ് ഏതൊക്കെ സമയത്ത് എപ്പോ ആര് എടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഇപ്പൊ നമുക്ക് ഒരുപാട് MBA എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ സപ്പോസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ MBAക്ക് തന്നെ MBA റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. മാർക്കറ്റിംഗിൽ ഇപ്പൊ നമ്മള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സാധാരണ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി, ഓൺലൈൻ അഡ്വർടൈസിംഗ് വഴിയും ഒക്കെ നമ്മള് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓരോ ആൾക്കാർക്ക് സ്റ്റാറ്റസ് ഇടുന്നതിൽ, സ്റ്റാറ്റസ് ഒന്നും അല്ല, അതിനപ്പുറം ഓരോ പരസ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന, നമ്മൾ ഒരിക്കലുമേ ഒരു ചെറിയ ഒരു പരസ്യത്തെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വലിയ പരസ്യത്തെ കുറിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം ലുലു മാർട്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അവരൊരിക്കലും ഒരു ചെറിയ ഒരു പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഒരു പരസ്യം ഒട്ടിക്കില്ല. അവരുടെ പരസ്യം ഉണ്ടാകുന്ന വലിയ ഹൈ റേഞ്ച് പരസ്യങ്ങളാണ്. ഓരോ പരസ്യത്തിനും കോടികളായിരിക്കും ചെലവാക്കുന്നത്. അപ്പൊ ആ രീതിക്കുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുക. ബ്രാൻഡ് മാനേജ്മെന്റ്. ഇപ്പൊ നമ്മളിപ്പം ഒരു കടയിൽ പോകുന്നു, ഒരു ഷൂ വാങ്ങാൻ തീരുമാനിക്കുന്നു. നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടാവും. പ്യൂമ, നൈക്ക്, അഡിഡാസ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ ചോദിക്കും. കാരണം അവർ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച കലകളിൽ ഏതൊക്കെയോ മാനേജ്മെന്റ് എക്സ്പെർട്സിന്റെയാണ്. പിന്നെ മാർക്കറ്റ് റിസർച്ച്, കൺസ്യൂമർ ഇൻസൈറ്റ്സ്. ഈ കൺസ്യൂമർ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്താ കുറവ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ, പരാതികളൊക്കെ പരിഹരിച്ച് എന്താ അവരുടെ ബിഹേവിയർ, കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ്. മാർക്കറ്റ് റിസർച്ച് മീൻസ് ഈ പ്രൈസും ഡിമാൻഡും ഒക്കെ ഉണ്ട് പ്രോഡക്റ്റ്. അതൊക്കെ അനുസരിച്ച് സെല്ലിങ് കൂടുന്നുണ്ടോ, അതല്ലെങ്കിൽ ലാഭം കൂടുന്നുണ്ടോ. മാർക്കറ്റ് റിസർച്ച് ആണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള നടത്തേണ്ട ഒരു കാര്യം. കാര്യം വെച്ചാൽ ഒരു ബിസിനസ് എപ്പോഴും ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം നേച്ചറിൽ നിലനിൽക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കും. ആ ബിസിനസിന് ലോങ് ടൈമിലേക്ക് നിലനിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഓരോ സമയവും മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് എന്തായാലും ഒരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൊരു ആവാനായിട്ട് എനിക്ക് പറ്റും. പിന്നെ ഏറ്റവും വലിയ ഇന്നത്തെ സമയത്ത് ഏറ്റവും വലിയൊരു റോളാണ് ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു MBA ഉണ്ട്. MCOMനകത്ത് ഇത് പഠിക്കുന്നുണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ആരെ അപ്പോയിന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് ടീമാണ്. അവര് ടാലന്റ് അക്വിസിഷൻ, അല്ലെങ്കിൽ ഓരോ പീപ്പിൾ അനലറ്റിക്സ് നടത്തുക, ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് വൈഡ് വെറൈറ്റിയാണ്. ഈ HR ടീമിൽ വന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, പിന്നെ സെലക്ഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. ഇന്റർവ്യൂ, ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ
ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടീമിലുള്ളവരായിരിക്കും. ഇനിയിപ്പം നമ്മൾ പറയും ഇപ്പൊ AI ആപ്ലിക്കേഷൻ വന്നു, ബിസിനസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി ആൾക്കാരുടെ എണ്ണം കുറച്ച് മതിയോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് തോന്നും. പക്ഷെ അവിടെ എന്തായാലും ഒരു മിനിമം സ്ട്രെങ്ത് ഓഫ് ആൾക്കാർ എന്തായാലും ഉണ്ടായിരിക്കും. ആ ആൾക്കാരെ നിയമിക്കണമെങ്കിൽ എന്തായാലും അവിടെ എന്തുണ്ടാവും, HR ഉണ്ടാവും. ഈ AI എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും മോഡൽ ചെയ്യാനായിട്ട് അവിടെ ഒരു എന്തായാലും എന്താണ് മാൻ എന്ന് പറയുന്ന ഒരു പവർ, അല്ലെങ്കിൽ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പവർ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്ഡ് ആയി വരുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും HR-ന്റെ റോള് ഒരു ബിസിനസ്സിൽ എഡ്യൂക്കേറ്റ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു റൈറ്റ് പേഴ്സണെ ഒരു റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിയമിച്ചാൽ മാത്രമേ ബിസിനസ്സിന് നേട്ടം ഉണ്ടാവൂ. അപ്പം ഈ MCOM അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും താല്പര്യം ഇപ്പൊ നിങ്ങളൊരു MCOM പഠിച്ച് അല്ല സോറി MBA പഠിച്ച് ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോൾ, അതായത് മൂന്നാമത്തെ നാലത്തെ സെമസ്റ്റർ ആകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇലക്ടീവുകൾ ചൂസ് ചെയ്യുക. ഇലക്ടീവുകൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, അപ്പൊ ഈ ആ ഇലക്ടീവ് രണ്ട് സെമസ്റ്റർ, അതായത് 6 മാസം അത്രയും പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ പ്രിവിലേജ് കിട്ടുകയാണ് ചെയ്യും. ആ പ്രിവിലേജ് യൂസ് ചെയ്യാനായിട്ട് ഇപ്പം വേറൊരു ഫിനാൻസ് എടുത്തൊരാൾക്ക് ഒരിക്കലും HR-ന് പകരമാവുന്നില്ല. അപ്പം അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിസിപ്ലിൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു തൊഴിൽ അവസരമാണ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് സ്ട്രാറ്റജി. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ അതുവഴി എന്ത് ചെയ്യുക, ഡാറ്റ അനലിറ്റിക്സ് നടത്തുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ബിസിനസ്സുമായിട്ട് സംബന്ധിക്കപ്പെട്ട ഓപ്പറേഷൻസിന്റെ മാർക്കറ്റിംഗിന്റെ എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ അതിന്റെയൊക്കെ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു റോഡിലേക്ക് പ്രേരിക്കപ്പെടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ രണ്ട് ഫീൽഡിലുള്ള വ്യക്തികളായിരിക്കും. പിന്നെ സ്ട്രാറ്റജി കൺസൾട്ടിങ് ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്പേസിൽ തന്നെ ഈ എല്ലാ ആൾക്കാരും വേണമെന്നില്ല. നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും ആൾക്കാരെ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ക്ലയൻസിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി നമ്മുടെ ബിസിനസ് നിലനിന്നുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ്സിന് പോലും കറക്റ്റ് ഒരു പ്ലേസ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനകത്ത് ഒതുങ്ങി കൂടുന്നതാണ് ബിസിനസ് ഒന്നുമില്ല. സ്ട്രാറ്റജി എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. പല പല ടീമുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവർ എന്ത് ചെയ്യാൻ മതി, നമ്മുടെ സിറ്റുവേഷൻസ് കൊടുത്ത് നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം അവർ സോൾവ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ് ആ മിഷൻ എന്നുള്ളത് തരും. അങ്ങനത്തെ ഉള്ള ടീമിലേക്ക് വർക്ക് ചെയ്യാനായിട്ടും ഉണ്ടാവും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റുഡൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഇസ് കോർപ്പറേറ്റീവ് പ്ലാനിങ്. കോർപ്പറേറ്റീവ് പ്ലാനിങ് നമ്മൾ ചിന്തിക്കുന്നതിലും വലുതാണ്. കോർപ്പറേറ്റീവ് മീൻസ് എ കോർപ്പറേറ്റീവ് ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നൊക്കെ പറയാം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉദാഹരണമാണ് അദാനി അല്ലെങ്കിൽ അംബാനി. ബിസിനസിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അവര് ഒരുപാട് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെപ്പോഴും അവരുടെ കോമ്പറ്റീറ്റീവ്സിനെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഒരുപാട് നാള് നിലനിൽക്കണം എന്നുള്ള വിഷനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇവരുടെയൊക്കെ സ്ഥാപനത്തിൽ എത്രത്തോളം HR അല്ലെങ്കിൽ എത്രത്തോളം ഡാറ്റ അനലിറ്റിക്സിനുള്ള വ്യക്തികൾ, അതല്ലെങ്കിൽ ഫിനാൻസിൽ, എല്ലാ ശാഖയിലും എന്തുണ്ടാവും, അവിടെ തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് നാളുകൊണ്ട് കാണുന്ന ഏരിയയാണ് ഇ കോമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഇ കോമേഴ്സിനെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമെന്നാണ് നമ്മളും ഇപ്പൊ എന്താണ് ആ ഒരു ലോകത്തിലേക്ക് ഇറങ്ങിച്ചത്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് പറയേണ്ട ഒരു ഏരിയ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് ഇ കോമേഴ്സിനകത്ത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഈ റീസെന്റ് ബജറ്റിൽ പോലും നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ പോസ്റ്റൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് പ്രോജക്റ്റ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അതിന്റെ ലൈഫ് സൈക്കിൾ, ഓരോ ലൈഫ് സൈക്കിളിലും വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. പ്രോജക്റ്റും പ്രോഡക്റ്റും രണ്ടാണ്. പ്രോഡക്റ്റ് മീൻസ് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ്. പ്രോജക്റ്റ് മീൻസ് ഇപ്പൊ നമുക്കറിയാം, ഒരു പാലം പണിയുന്നു, ഒരു ബിൽഡിംഗ് പണിയുന്നു, റോഡ് പണിയുന്നു, ഇതൊക്കെ പ്രോജക്റ്റുകളാണ്. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ പറയും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിലൊക്കെ ഒരു വലിയ ഗ്രൂപ്പ് കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആസ്പിരൻസ് പങ്കെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. AI-യുടെ ആപ്ലിക്കേഷൻ ആണ്, ഓട്ടോമേഷൻ ആണ്. ഓട്ടോമേഷൻ ഒക്കെ കഴിഞ്ഞു പോയി, കാരണം ഇപ്പൊ എല്ലായിടത്തും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതാവുന്ന ഒരു പ്രോസസ് ആയിരുന്നു. എന്നാൽ പോലും ഡിസിഷൻ മേക്കിങ്ങിന് കമ്പ്യൂട്ടറിന് പറ്റില്ല.
അതെപ്പോഴും ഒരു ഹ്യൂമൻ റിസോഴ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്താലേ പറ്റും. ഒരു കുറെ ഫിഗേഴ്സ് നമുക്ക് തരും അല്ലാതെ ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് കമ്പ്യൂട്ടറിന് പറ്റുന്നില്ല. ആ ഫിഗേഴ്സ് വായിച്ചത് കൊണ്ട് ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം എന്ത് ചെയ്യാൻ, തീരുമാനം എടുക്കാനായിട്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമ്മൾ ഏറ്റവും ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ബിസിനസ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ മാനേജ്മെന്റ് എംകോം അല്ലെങ്കിൽ ബികോം പഠിച്ചു, MBA പഠിച്ചു, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിലോട്ട് പോകുന്നില്ല, അതല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പിലോട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതിയാണ്. എന്തുകൊണ്ട് പോകുന്നില്ല മീൻസ് ഒരുപാട് റിസോഴ്സുകളുടെ അഭാവം അല്ലെങ്കിൽ പേടി ഒക്കെയാണ് കാര്യങ്ങൾ. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം നടപ്പിലാക്കണം എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിലൂടെ പോകുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഒരുപാട് ഗ്യാപ്പുകളുണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തയുണ്ട്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് സെല്ലുകൾ മിക്ക കോളേജുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ കോളേജുകളിലും അല്ലെങ്കിൽ ഇഗ്നോയിലും ഉണ്ട് ഇന്നോവേഷൻ ഹബ്ബ്, ഇന്നോവേഷൻ സെല്ലുകളുണ്ട്. അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹായം തരും. അങ്ങനെ ഒരു ബിസിനസ് മാൻ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നേക്കാളും അഭിമാനകരമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ ലഭിക്കും. നമ്മുടെ ആ ഒരു ഫ്രീഡം, ആ ഒരു പവർ, ആ ഒരു സന്തോഷം ഒന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അറിയാം എമർജിംഗ് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒന്നാണ് ഫിൻടെക്, ഫിനാൻഷ്യൽ ടെക്നോളജി നമ്മൾ. പിന്നെ എഡ്ടെക്കിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേൺ വൈസിന്റെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ സൈല, അങ്ങനത്തെ ഒരുപാട് മീഡിയാസ്, അൺ അക്കാഡമി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മീഡിയാസ് ഭയങ്കര പോപ്പുലർ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. നമ്മളും അതിന്റെ കൂടെ വേണമെന്നോ വേണ്ടെന്നോ വിചാരിച്ചാൽ പോലും നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രീൻ ഇപ്പൊ സ്റ്റാർട്ടപ്പുകളൊക്കെ എല്ലാത്തിനും നമ്മുടെ കേരളത്തിൽ തന്നെ കേരള സ്റ്റാർട്ടപ്പ് സെല്ലുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനം ഒരു എത്രയോ കോടി വരെ ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് കടമായിട്ട് പൈസ തരും. പലിശ നിരക്ക് കുറവ്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഭയം. ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് ഇപ്പൊ കോളേജ് തലത്തിലെ ഇൻക്യുബേഷൻ സെന്ററുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സെല്ലുകൾ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഫണ്ടിങ് ആൻഡ് ഇൻക്യുബേഷൻ, അതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഒരുപാട് സ്കീംസ് നമുക്കുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കീംസ് ഉണ്ട്. പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ശ്രമിക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരുന്നില്ല. പലരും ഒരു ബികോം, എംകോം അല്ലെങ്കിൽ BBA, MBA എടുത്ത് അവിടെ നിർത്തി പോകുന്നതല്ലാതെ അതിനകത്തോട്ട് ഇറങ്ങുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഇനി നമുക്കിപ്പോ ബിസിനസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ നമുക്ക് വേണ്ട വളരെ ചുരുക്കം, അതായത് നമുക്ക് വലിയ രീതിയിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി തന്നെ കുറച്ച് സ്കിൽസ് ഒക്കെ വരാൻ പറ്റും. ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോഗ്രാംസ് പഠിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതിൽ പറഞ്ഞിരുന്ന ഒന്നാമത്തത് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ധനകാര്യമായ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കും. ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ അക്ഷരാഭ്യാസം ഉള്ളതിനെയാണ് ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ കൊമേഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്ന ധനകാര്യപരമായ കാര്യങ്ങളിൽ നമുക്ക് എന്തുണ്ടാകും, ലിറ്ററസി ഉണ്ടാകും. ഇപ്പൊ ഞാനൊരു ഒരു ഡൗട്ട് ചോദിച്ചത്, നമ്മളിപ്പോ ബാങ്കിൽ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു ATM കാർഡും ഉണ്ട്. ഇത് ഏത് ATM കാർഡാണെന്ന്, ഏത് ടൈപ്പ് ATM കാർഡാണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടോ? എത്ര രൂപ ഡെയിലി ലിമിറ്റ് ഉണ്ട്, ഒരു ദിവസം എനിക്ക് മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ്, ഒരു മാസം എനിക്ക് ATM കാർഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എത്ര തവണയാണ്, അതിനുശേഷം സ്വന്തം ATM-ൽ ഉപയോഗിച്ചാൽ എത്ര രൂപ പിടിക്കും, ഇനി മറ്റുള്ള ATM-കളിൽ എത്ര വട്ടം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അവെയർ അല്ല. കാര്യം നമുക്ക് നമ്മുടെ പർപ്പസിനെയാണ് നോട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പൈസ എടുക്കാനുള്ള ATM ഉണ്ട്, നമ്മൾ പോകുന്നു എടുക്കുന്നു. എത്ര വട്ടം എടുക്കാന്നുള്ളതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങളൊരു കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ മിനിമം കാര്യങ്ങളെ കുറിച്ച് എന്താ അറിവുണ്ടാവുക. ഇപ്പം റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ഈ 2 ദിവസം മുമ്പാണ് റേറ്റിനകത്തൊക്കെ വ്യത്യാസം വന്നത്. ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റ് അത് കൊമേഴ്സുകാരന്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റിന്റെ അതിനകത്തുള്ള റോൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, വളരെ ചെറിയതായിട്ടെങ്കിലും ഉള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇത് നമ്മളെ പല റിസ്കുകളും മിറ്റിഗേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാം,
ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുമ്പോൾ നമുക്കവിടെ അറിയണം എന്തൊക്കെയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് മേലുള്ള റിസ്കുകൾ, എത്രത്തോളം റിട്ടേൺ കിട്ടാം, എത്ര നാൾ എടുക്കും ഒരു റിട്ടേൺ കിട്ടാനായിട്ട് എന്നൊക്കെ ഉള്ള എന്റെ ഒരു സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് തന്നെ തീർക്കാനായിട്ട് പറ്റണം. വേറൊരാളുടെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമ്മളെ എങ്ങോട്ടോ ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് തന്നെ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. അതുപോലെ ലിറ്ററസി ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള അറിവുകൾ ഒരുപാട് വേണം. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോസിയേഷൻ. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കുറെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലൊക്കെ തന്നെ സംസാരിച്ച് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു മാനേജർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇംഗ്ലീഷ് ഒരു മസ്റ്റാണ്. കാരണം എപ്പോഴും സംസാരിക്കാനല്ല, ഒരു ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി എന്നുള്ള രീതിക്ക് അവരെന്തായാലും ഇംഗ്ലീഷ് ചോദിക്കും. നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കണ്ടുപിടിച്ച് വെക്കുക. നമുക്ക് എന്താണോ പറയേണ്ടത്, അപ്പൊ നമ്മളിപ്പോ സാധാരണ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു, അല്ലെ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അവർ വീട്ടിലുണ്ട് എന്നുള്ളതുള്ള കാര്യം, എനിക്ക് കുട്ടിയുണ്ട്, അല്ലെ ഹസ്ബൻഡ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ജോലി തരുന്നത് നമുക്ക് മാത്രമാണ്, നമ്മുടെ ഫാമിലിക്കൊന്നും ജോലി തരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ കുറിച്ച് പറയേണ്ട കാര്യം, നമ്മുടെ എഡ്യൂക്കേഷൻ സ്കിൽസ് അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ സർട്ടിഫിക്കേഷൻസ്, നമ്മുടെ ഹോബീസ്, അങ്ങനത്തെ നമ്മുടെ എക്സ്പെർട്ടൈസുകൾ, നമ്മുടെ ഇപ്പൊ എന്താ നമ്മുടെ അച്ചീവ്മെന്റ്സുകൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മുടെ മാത്രം പറഞ്ഞാൽ. അതല്ല നമ്മുടെ ഒരുപാട് ആൾക്കാരെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഓരോരോ, ഇപ്പൊ നമ്മൾ എന്താ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് നമ്മുടെ ഒരു കുറവായിട്ടുണ്ടായിരുന്നത്, അതടുത്തതിന് ഓവർകം ചെയ്യണ്ടേ. അപ്പൊ ആദ്യമേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോവാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു വിധത്തിലുള്ള മെച്ചം ഉണ്ടാവും. പിന്നെ നെഗോസിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഇപ്പം ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായം തരികയാണ്. അപ്പൊ നമ്മുടെ അഭിപ്രായം അവിടെ സംസാരിച്ച് അതാണ് ഓക്കെ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരത്തിൽ നെഗോസിയേഷൻ പറയുന്നത്. അതായത് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ്, നമുക്ക് ഡീൽ ഉറപ്പിച്ചെടുക്കാനുള്ള കഴിവ്, അതിനെയാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. സംസാരത്തിലൂടെ നമുക്കത് കിട്ടും. നല്ല ക്ലാരിറ്റി ആയിട്ട്, കുറഞ്ഞ വാക്കുകളിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് മീനിങ് ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവ് നമ്മൾ അച്ചീവ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നമുക്കറിയാം, നമ്മളിപ്പം ഇപ്പൊ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്കായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടൊരു റെസ്യൂമെ അയച്ചാൽ പോലും കൺസിഡർ ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു റെഫറൽ സിസ്റ്റം അവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ അവിടെ ജോലിയുള്ള ഒരു നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളെ റെഫർ ചെയ്ത് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പൊ അങ്ങനെ ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ വേണം, നല്ലൊരു കണക്ഷൻസ് ഉണ്ടാക്കിയിരിക്കണം. കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ മിടുക്കരായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ലൈഫിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ സപ്പോസ് ഇപ്പം ഞാനൊരു മാനേജർ ആണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡന്റിനെ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നോടുള്ള അല്ലെങ്കിൽ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻസ് കഴിവുണ്ടെന്നുള്ളത് എന്റെ തിരിച്ചറിവൊക്കെയാണ് ഇതിന് കാരണം. നെക്സ്റ്റ് വൺ ഇസ് ലീഡർഷിപ്പ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ്. ലീഡർഷിപ്പ് സ്കില്ല് എല്ലാവർക്കും ഉണ്ടാവണം. മാനേജിംഗ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ജന്മന ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്ക് പറയാം. ചിലർ ക്ലാസ്സിൽ ഭയങ്കര ഷൈ ആയിട്ടിരിക്കുന്നവരുണ്ടാവും, ചിലർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. എല്ലാ ക്ലാസ്സിലും ഒന്നോ രണ്ടോ ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ലീഡർ അല്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പൊ അത് പഠിക്കാനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റുഡൻസിന് നമ്മളെ മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ വേരിയസ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പുകൾ അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, അതോറിറ്റീവ് ലീഡർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സ്കില്ല്, അത് നമ്മൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാനായിട്ടുള്ള ഭയം, അത് നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിൽ പോലും നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു ഐറ്റമാണ് അത്. അല്ലെ, ഭയം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നതല്ലേ. നമുക്കൊരു വലിയൊരു സദസ്സിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ക്രൈസിസ് ഒരു സിറ്റുവേഷൻ തരികയാണ്. മിക്ക മാനേജ്മെന്റ് ഇന്റർവ്യൂവിനും തരുന്ന ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ജോലിക്കുള്ള പ്രവേശന കടമ്പയായിട്ട് തരുന്ന ഒരു ഐറ്റമാണ്. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ അത് മാനേജ് ചെയ്യും എന്ന് പറയാം. അതാണ് നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ അളക്കുന്ന ഒരു ഐറ്റം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, മാനേജ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റിങ്ങിനായിട്ട് ഉണ്ട്, പിന്നെ നമ്മൾ കഥ എഴുതാനായിട്ടുള്ളതുണ്ട്,
പിന്നെ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ചുരുക്കി എഴുതാനായിട്ടുള്ളതുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ ഒരു സാഹസിനെ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് MBA ഒക്കെ പ്രിലിമിനറി ഇന്റർവ്യൂ സമയത്ത് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഇമാതിരിയുള്ള ക്വാളിറ്റീസ് അച്ചീവ് ചെയ്യുന്നതിനുള്ള കാരണം. അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ ഇപ്പോഴത്തെ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ് ജോബ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് പറയുന്നത്. ഇപ്പം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്, എല്ലാ ഏരിയയിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫിനാൻസ്, റീറ്റെയിൽ, അത് മാത്രമല്ല എല്ലാ ഏരിയയിലും എന്താ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. എയുടെ കടന്നു വരും നല്ല രീതിയിലുണ്ട്. അല്ലെങ്കിൽ പോലും കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു പ്രൊസീജിയർ ഓൾറെഡി 100% അടുക്കുകയാണ് പറയുന്നത്. ഒരു ബിസിനസ് പോലും ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രെൻഡിലോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾക്ക് എക്സലിനെ കുറിച്ച് അറിഞ്ഞില്ല, എക്സലിനെ കുറിച്ച് പഠിക്കും. ഒരുപാട് ഓപ്പൺ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഗൂഗിളിൽ തപ്പിയാൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ ഒരാഴ്ച ക്ലാസ്, 2 ആഴ്ച ക്ലാസ്സോ ഒക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് പഠിച്ചാൽ മതി. വീഡിയോസ് ഒക്കെ വ്യൂ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞൊരു എക്സാം എഴുതുക, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ആ ഒരു ഇത്രയും സമയം നമുക്ക് ചെലവഴിക്കാൻ എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ നമുക്ക് സമ്പാദിച്ചു വെക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. AI, ഓട്ടോമേഷൻ ആൻഡ് ടെക്നോളജി, അതിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഇപ്പൊ ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ഡേറ്റ ബേസ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ്. ഡേറ്റ മൈനിങ്ങിൽ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ആ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഡേറ്റ പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് മുതൽ പ്രോഡക്റ്റിന്റെ അവസാന സ്റ്റേജ് വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അതായത് കുറെ ഫിഗേഴ്സ് കിട്ടും. ഈ വർഷം ഇതായിരുന്നു, ഈ വർഷം ഇതാവുന്നു. പക്ഷെ എപ്പോഴും നമ്മള് ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള അവസരമുണ്ട്. പിന്നെ സസ്റ്റൈനബിലിറ്റി, ESG ആൻഡ് എത്തിക്കൽ ക്ലിയറൻസ്. ESG എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് CSR നമ്മൾ പണ്ട് പറഞ്ഞിരുന്നതിന്റെ കുറച്ച് വലിയ പദമാണെന്ന് വെച്ചു. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ കോർപ്പറേറ്റ്സും എന്താ അവര് ഒരു നെറ്റ് പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം വിഹിതം സോഷ്യൽ പർപ്പസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. ഇതിന്റെയൊക്കെ എത്തിക്സ് ടുവേർഡ്സ് സൊസൈറ്റിയാണ് ഇതൊക്കെ. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവേണൻസ് ത്രൂ ഔട്ട് യൂസ് ചെയ്യുക ബിസിനസ്. അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഗ്രീൻ ഫിനാൻസ്, ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പം നമ്മൾ SBIയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ അവര് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് അവര് പേപ്പർ പോലും കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. പേപ്പർ പോലും കുറയ്ക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, ESG സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പം MCOM പഠിച്ചു അല്ലെങ്കിൽ MBA, അതായത് ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ MCOM കഴിഞ്ഞാൽ, BCOM കഴിഞ്ഞാൽ അടുത്ത MCOM, ഓക്കെ, BBA കഴിഞ്ഞാൽ MBA. ഇതാണ് ഒരു ഫോർമൽ സ്ട്രക്ചർ. നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ പോകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇപ്പം BCOM കഴിഞ്ഞാൽ വേണമെങ്കിൽ MBAക്ക് പോകാം, BBA കഴിഞ്ഞാൽ MCOMന് പോകുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ്, അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരെ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ നമ്മൾ 1 മാസം 2 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്ത് വാങ്ങുന്ന സാധനമാണ്. അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, അങ്ങനെ കുറെ ഒരുപാടുണ്ട്. HR അനലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ ACCA എന്നൊക്കെ പറയുന്ന കുറച്ച് പുതിയ കോഴ്സുകളുണ്ട്. ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ പോയി പഠിക്കുന്ന കോഴ്സുകളാണ്. ഇവിടെ തന്നെ പഠിച്ച് പല ഏജൻസികളും ഇവിടെ തന്നെ പഠിച്ച് ഒരുപാട് കുട്ടികൾക്ക് പുറം രാജ്യങ്ങളിലൊക്കെ തൊഴിലവസരം ഉണ്ടായി കൊടുക്കുന്ന ഒരെണ്ണമാണ് ACCA എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസും ഉണ്ട്. CS, കമ്പനി സെക്രട്ടറിഷിപ്പ്. പിന്നെ അടുത്ത വലിയൊരു, അതായത് നമ്മുടെ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റുന്നതാണ് PhD, കോമൺ ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷമുള്ള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി അല്ല, ഒരു ഡിഗ്രി മീൻസ് PhD ആണ്. അതിന് ശേഷമുള്ള റിസർച്ച് ആയിട്ടാണ് നടക്കുന്നത്. PhD ഇൻ ബിസിനസ് അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കുക. അതായത് നമ്മുടെ കേരളത്തിലെ മിക്ക എല്ലാ സർവകലാശാലകളിലും കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സബ്ജക്റ്റുകളിൽ PhD ഓഫർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ശോഭിക്കാനായിട്ട് പറ്റും. എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടെ 7-8 അധ്യാപകരുണ്ട്. എല്ലാവരും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ നമുക്ക് PhD ചെയ്യുന്നത് കൊണ്ടും
ഒരു ഏരിയയിലോട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ HR ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയെങ്കിൽ HR ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ആ പഠിച്ച് നിങ്ങളുടെ എന്തൊരു ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നമ്മളൊരു പ്രീ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുക. പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ സജഷൻസ് കിട്ടും. ആ സജഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു 3 മാസത്തിനകത്ത് വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക. റീസബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു 6 മാസത്തിനകത്ത് ഒരു ഓപ്പൺ ഡിഫൻസ് നടക്കും. ഓപ്പൺ ഡിഫൻസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അവാർഡ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേരിന്റെ കൂടെ നിങ്ങൾക്ക് ഡോക്ടർ എന്നുള്ള ഡോക്ടറേറ്റ് കിട്ടി എന്നുള്ളത്. ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിഗ്രി നമ്മുടെ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്നത് PhD ആണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ PDF ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അങ്ങനെ കുറച്ച് MG യൂണിവേഴ്സിറ്റിയിലുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളിലും PhDക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിലിപ്പോ പറയാം MCOM പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 2 MCOMലും MBAയിലും 2 സബ്ജക്റ്റിലും നെറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതാം. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ നെറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ നടത്തുന്നത് UGC ആണ്. UGC നമ്മുടെ NTA എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ച് ഇപ്പം എല്ലാ പരീക്ഷകളും നടത്തുന്നത്. അവർ നടത്തുന്ന പരീക്ഷയിൽ ടോട്ടൽ മാർക്കിൽ ടോപ്പ് മാർക്കിൽ 6% കിട്ടുന്ന ആൾക്കാരെ ആണ് നെറ്റ് അവാർഡ് ചെയ്യുന്നത്. കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ട് എഴുതാം, മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും എഴുതാം. എഴുതി കഴിഞ്ഞാൽ 6% ആൾക്കാർക്ക് നെറ്റ് കിട്ടുന്നു. ഈ 6%-ത്തിൽ തന്നെ ടോപ്പ് 1% ആൾക്കാർക്ക് JRF എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് PhD ചെയ്യാനായിട്ട് എൻറോൾ ചെയ്യുമ്പോൾ മന്ത്ലി നല്ലൊരു എമൗണ്ട്, അതായത് ഒരു 35,000-നും 40,000-ത്തിനും ഇടയ്ക്ക് ഒരു എമൗണ്ട് മന്ത്ലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും 5 വർഷത്തേക്ക്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് MCOM. കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് BEd എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. കാരണം ഹയർ സെക്കൻഡറി ലെവൽ വരെ നമുക്ക് BEd എടുത്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ BEd അതുവരെ നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് ഇല്ല. കൊമേഴ്സ് മാത്രം. +2 കൊമേഴ്സ് ആണ്, +2 മാനേജ്മെന്റ് ഇല്ല. അപ്പം MCOM കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, BEd എടുക്കാം. എല്ലാ സബ്ജക്റ്റുകൾക്കും ഡിഗ്രി കഴിഞ്ഞ് BEd അതിനുശേഷം PG ആണ്. പക്ഷെ കൊമേഴ്സ്, ഫിലോസഫി അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകൾക്ക് PG കഴിഞ്ഞതിന് ശേഷം മാത്രം BEd ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊന്നാണ് കൊമേഴ്സിന് BEd ചെയ്യുക. BEd ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ. കാരണം ഹയർ സെക്കൻഡറി ടീച്ചിങ് എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നിങ്ങൾ തന്നെ വെറുതെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും എത്ര ഹയർ സെക്കൻഡറി സ്കൂൾസ് ഉണ്ടെന്ന് ആലോചിക്കുക. മിനിമം ഒരു ഹയർ സെക്കൻഡറി ബാച്ച് എങ്കിലും ആ സ്കൂളിൽ കൊമേഴ്സിന്റെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു. പിന്നെ ഈ മലപ്പുറം ആ ഏരിയ ഒക്കെ ആണെങ്കിൽ കുറെ കൂടെ കൂടുതൽ ബാച്ചസ്, എന്നാൽ അവിടെ അത്രത്തോളം കുട്ടികൾ പഠിക്കാനുള്ളതുകൊണ്ട് ഒരു സ്കൂളിൽ തന്നെ 2-3 ബാച്ചുകളുള്ള സ്കൂളുകൾ എനിക്കറിയാം. അപ്പൊ അവിടെയൊക്കെ അത്രത്തോളം അധ്യാപകർ ആവശ്യം വരും. അപ്പൊ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജ് അധ്യാപകരാവണമെങ്കിൽ മിനിമം PG 55% മാർക്ക് വേണം. MCOMന്. മാനേജ്മെന്റിന് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് കോളേജ് എഡ്യൂക്കേഷൻ വഴി ആവാൻ പറ്റും. രണ്ടിനും മിനിമം 55% PGക്ക് വേണം മാർക്ക്. പിന്നെ നെറ്റ് എക്സാം പാസ്സാവും. ഈ 2 ക്രൈറ്റീരിയ മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ PSC വഴി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനാണ് താല്പര്യമെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ക്രൈറ്റീരിയ റിട്ടൺ ടെസ്റ്റിന്റെ മാർക്ക്. പിന്നെ വരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ മാർക്ക്. പിന്നെ വരുന്ന 3ാമത്തെ ക്രൈറ്റീരിയ വെച്ചാൽ നമ്മുടെ PG മാർക്കിന്റെ പെർസെന്റേജ്. അതായത് 80-നും 100-നും ഇടയ്ക്കാണെങ്കിൽ ഇത്ര മാർക്ക്, 60-നും 80-നും ഇടയ്ക്കാണ് ഇത്ര മാർക്ക്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഹയസ്റ്റ് മാർക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയസ്റ്റ് റാങ്കിലോട്ട് പോകാൻ പറ്റും. ഹയസ്റ്റ് റാങ്ക് നമ്മൾ PSC ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കണം. 0.33 മാർക്കിനൊക്കെയാണ് ഓരോരുത്തർ എന്ത് ചെയ്യുന്നത്, പുറത്തു പോകുന്നത്. കാരണം ജോലി കിട്ടാതെ വരുന്നത്. സെയിം മാർക്ക് കിട്ടിയാൽ പോലും ചില അവസരങ്ങളിൽ ജോലി കിട്ടാതെ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഹയസ്റ്റ് മാർക്ക് കിട്ടാൻ തന്നെയുള്ള ശ്രമം നടത്തുക. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചെയിൻ വലുതാക്കണം എന്ന് പറഞ്ഞല്ലേ, കോണ്ടാക്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് സൈറ്റുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുന്നുള്ളത്. ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ലിങ്ക്ഡിൻ വഴി നമ്മുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ജോബ് ഓറിയന്റഡ് ആണ്, കുറച്ചുകൂടെ സീരിയസ് ആണ്. ഇതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പോലെ എല്ലാ ന്യൂസുകളും അങ്ങനെ ഷെയർ ചെയ്യുന്നതല്ല. കുറച്ചുകൂടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കുറച്ചുകൂടി ഒരു ഫോർമൽ ആണ്. അപ്പൊ അതില് നമ്മുടെ ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് ജോലികൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കാണാൻ പറ്റും. എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. എല്ലായിടവും അപ്ലൈ ചെയ്യുമ്പോൾ 1, 2, 3 ലെവൽ ഇന്റർവ്യൂസ് ഉണ്ടാവും. ഫസ്റ്റ് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ ഒരു ടെലിഫോൺ കോൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ചോദിക്കുന്നത് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർഡ് ആയിരിക്കുക എപ്പോഴും.
നമ്മളൊരു ജസ്റ്റ് ഒരു എന്തോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനെ കൊടുക്കുമ്പോൾ ഓക്കെയാണ് അവരടുത്ത് ഇന്റർവ്യൂ വിളിക്കും. അപ്പൊ അവിടെ 2-3 ടെസ്റ്റാണ്, സൈക്കോളജി ടെസ്റ്റ്, അങ്ങനെ തന്നെ കുറെ 2 ടെസ്റ്റ് വേണം. അതൊക്കെ ഓവർകം ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് അങ്ങനെ ആരെ പേടിക്കാനൊക്കെ പറ്റാതെ പറയാൻ പറ്റും എന്നാണെങ്കിൽ, സ്ട്രോങ് ആയിട്ടുള്ള അക്കാഡമിക് ബേസ് ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ലിങ്ക്ഡിൻ പോലത്തുള്ള കുറച്ച് സോഷ്യൽ വെബ്സൈറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ വാട്സപ്പ്, ഫേസ്ബുക്ക് അല്ല, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലൊന്നുമല്ല, കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യം. നെക്സ്റ്റ് നെറ്റ്വർക്കിംഗ് ആൻഡ് മെന്റർഷിപ്പ്. നമ്മൾ പറഞ്ഞിപ്പം ലിങ്ക്ഡിനകത്ത് ഗ്രൂപ്പുകളുണ്ട്. പിന്നെ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ എല്ലാ വർഷവും കേരളത്തിലെ എല്ലാ കോളേജുകളും ഒരു സെമിനാറെങ്കിലും വെച്ച് നടത്തുന്നുണ്ടാവും. നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറ്റിയ പേപ്പർ പ്രസന്റ് ചെയ്യുക. അതിന്റെ സർട്ടിഫിക്കറ്റുകൾ കീപ്പ് ചെയ്യുക. പിന്നെ അലൂമിനി അസോസിയേഷൻസ്, ഇപ്പൊ നമ്മുടെ എല്ലാ കോളേജുകളും അലൂമിനി അസോസിയേഷൻസ് ഇല്ലാതിരുന്നവർ പോലും ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇപ്പൊ UGC പോലും പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മാനദണ്ഡം അലൂമിനി അസോസിയേഷൻസിന്റെ ഇടപെടലുകളാണ്. പിന്നെ അപ്സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ, സ്വയം കോഴ്സുകളൊക്കെ നമ്മുടെ അപ്സ്കില്ലിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന സ്വയം കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻസ്. നമ്മൾ എന്തായാലും നമുക്ക് കമ്പ്യൂട്ടർ നമുക്ക് വലിയ രീതിയിൽ അറിയത്തില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ പഠിക്കാതെ നമ്മളത് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും പഠിക്കണം. പഠിക്കണമെങ്കിൽ മീൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഇഷ്ടം പോലെ ആ ഏരിയകളിലെല്ലാം ചെയ്യുക. ഒരാഴ്ച ക്ലാസ് അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പരീക്ഷയിൽ പാസ്സാവാനായിട്ട് പറ്റും. മിക്ക പരീക്ഷകളും MCQs അങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു 50 സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല നല്ല കോഴ്സറ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്, കോഴ്സറ വഴിയൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. സ്വയം നല്ലൊരു സർട്ടിഫിക്കേഷൻ ആണ്, ഒരു വെബ്സൈറ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യും. ഇപ്പൊ ഗൂഗിൾ, എക്സൽ ഉപയോഗിക്കാൻ നമുക്കറിയില്ല. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു പരിമിതിയാണ്. പക്ഷെ നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കാം. ഓവർകം ചെയ്യാൻ മീൻസ് അതിനെക്കുറിച്ച് പഠിക്കുക, എങ്ങനെയാണ് എക്സൽ ഉപയോഗിക്കുന്നത്. എക്സലിനകത്ത് ഈ കോളങ്ങളിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഈ ഫിനാൻഷ്യൽ മോഡലിംഗ് ഒക്കെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ എക്സലിനകത്ത് കുറെ ഫോർമുലാസ് ഒക്കെ കൊടുത്തുകൊണ്ട് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫിനാൻസ് സെക്ടറിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം യൂസ്ഫുൾ ആണ് എക്സൽ. അപ്പൊ അതിലേക്കുള്ള അഡീഷണൽ സ്കിൽസ് കെയർ ചെയ്യുക. പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ്, പ്രോജക്ട്, ഫ്രീലാൻസിങ്, വോളണ്ടിയർ കൺസൾട്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യും. ഇന്റേൺഷിപ്പ് ഒക്കെ എന്തായാലും നമ്മൾ PGയിലൂടെ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് ചെയ്യും. പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡേറ്റ കളക്ഷൻ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ സൊസൈറ്റിയായിട്ട് ഇടപഴകും. പിന്നെ വോളണ്ടിയർ ആവുക, പല പല പരിപാടികളുടെ വോളണ്ടിയർ ആവുക. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കേരളീയം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടന്നില്ലേ, അതിന്റെയൊക്കെ ഒരുപാട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഫിലിം ഫെസ്റ്റിവല്, പിന്നെ നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ അവിടെ മറ്റേ ബിനാലെ ബിനാലെയൊക്കെ നടക്കുമ്പോൾ അതിനൊക്കെ വോളണ്ടിയർ ആവുക. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കതിൽ നിന്നൊന്നും ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല നമ്മുടെ മെച്ചം. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ കുറെ കോണ്ടാക്ട്സ് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഒരു അസറ്റ് എന്ന് പറയും. അതൊക്കെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ജോബ് ഹണ്ടിങ് സ്ട്രാറ്റജീസ്, നമ്മൾ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് ഇപ്പോഴത്തെ നമ്മളൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പി ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. എത്രയും പെട്ടെന്ന് എളുപ്പമാക്കാമോ, എത്രയും പെട്ടെന്ന് എളുപ്പമാക്കാം എന്നുള്ളതാണ് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലൊന്നും നിൽക്കാതെ നമ്മുടെ റെസ്യൂമെ എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ്. അല്ല വേറെ ആളുടെ കോപ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അയാളുടെ കോപ്പി അടിച്ച് വെച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം നമ്മളോട് ആഡ് ചെയ്യുക. അതാണ് നമ്മൾ സാധാരണ സംഭവിക്കുന്നത്. അതിന് പകരം നമുക്കുള്ള കാര്യം എന്താണ്, നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ്, എന്തൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ്, ഏതൊക്കെ പൊസിഷൻസ് ഹെൽഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്റേൺഷിപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്, പ്രോജക്ട് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നിങ്ങളെക്കാളും നിങ്ങളെ കുറിച്ച് പറയാനുള്ള വേറെ ആരില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ ഒരു കുറച്ച് ഗ്രൂപ്പുകൾ, എന്താ നമുക്ക് ജോലി തരാൻ ചാൻസ് ഉള്ളത്, അതിലൊന്നാണ് ഈ ലിങ്ക്ഡിനകത്ത് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ കുറെ ആൾക്കാർ പലരും സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. പിന്നെ പ്രാക്ടിക്കൽ ഇന്റർവ്യൂസ് ഒക്കെ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോകും, ഒരു മോക്ക് എക്സാം എഴുതിയിട്ട് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ ബിസിനസ് ഫീൽഡിന് നിങ്ങളുടെ എന്താ, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ അവിടെ, പഠിച്ചു കഴിഞ്ഞ് പാസ്സായി ഇറങ്ങുന്ന ഒരു MBA അല്ലെങ്കിൽ ഒരു MCOM ഗ്രാജുവേറ്റ് എന്നുള്ള ഒരാൾ ഒരു ജോലി ഇല്ലാതെ നിൽക്കില്ല എന്നുള്ളതാണ് ഒരു. പിന്നെ നമ്മുടെ ശ്രമങ്ങളാണ് നമ്മളെ പലയിടത്ത് എത്തിക്കുന്നത്.
ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിച്ച് പാസ്സായി എന്ന് വെച്ചിട്ട് ആ സ്ഥാപനം ഒരിക്കലും ഒരു ജോലി നാളെ നമുക്ക് ലെറ്റർ ചെയ്ത് നിങ്ങൾ നാളെ തൊട്ട് ഇവിടെ ജോലിക്ക് വന്നോളൂ പറയില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ അവർ തന്നു. ആ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ അന്വേഷണമാണ്, ജോലിക്കുള്ള അന്വേഷണമാണ് നമ്മളെ പലയിടത്ത് എത്തുന്നത്. ഒരിക്കലും നിങ്ങൾ ഒരു ജോലി കിട്ടി അതിനകത്ത് ഒതുങ്ങരുത്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സ്കിൽസ്, എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി വലിയ ജോലികളോട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരും കയറുന്നത്. ഇപ്പൊ ടെക്നോ പാർക്കിലൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ ലെവലിലായിരിക്കും ഒരു ജോലി കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് കയറി ഒരു കോൺടാക്ട്സ് ഉണ്ടാക്കുക, ഗ്രൂപ്പുകളുണ്ട്, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൽ വഴിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ നല്ല നല്ല പോസ്റ്റിലേക്ക് നല്ല നല്ല കമ്പനീസിലൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാം, അത്തരത്തിൽ പോകാനായിട്ട് നിങ്ങൾക്കും പറ്റും. അത് മാനേജ്മെന്റ് സ്റ്റുഡൻസിനാണ്. ഇപ്പൊ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ഒരു പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ കൊമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രാധാന്യത്തോടെ കൂടിയാ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏരിയാസിൽ ഒന്നാണ് കോർപ്പറേറ്റ് റോൾസ്. അതായത് ഒരു കോർപ്പറേറ്റ് ബിസിനസ്സിൽ നിങ്ങളുടെ റോൾസ്, മാനേജ്മെന്റ് ലെവൽസ്. നമ്മൾ പറയുന്നത് സാധാരണ 3 ലെവൽസ് മാനേജ്മെന്റ്: ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവൽ. ആ 3 മാനേജ്മെന്റിൽ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ പറ്റും. പിന്നെ എന്റർപ്രണർഷിപ്പ് മീൻസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. ബിസിനസ്സുകൾ, പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഐഡിയാസ് കൊണ്ട് മുന്നോട്ട് പോവുക, സക്സസ് ആവുക. പെട്ടെന്നൊന്നും ചിലപ്പോൾ ഒരു ഐഡിയ സക്സസ് ആവില്ല, ഒരു കാരണവശാലും പേടിക്കേണ്ട. ലോങ് ടൈമിൽ എന്താവും, അതൊക്കെ സക്സസ് ആയിരിക്കും. ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഇപ്പൊ ഒരുപാട് തട്ടുകടകളുണ്ട്. ഞാനും കൂടെ തട്ടുകട ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എന്റർപ്രണർഷിപ്പ്, എന്തെങ്കിലും കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ പിടിച്ചിരിക്കാനായിട്ട് പറ്റൂ. നെക്സ്റ്റ്, സ്കിൽസ് ആൻഡ് എമർജിംഗ് സ്ട്രെങ്ത്സ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്തുണ്ടാക്കണം, പുതിയ പുതിയ സ്കിൽസ് ഉണ്ടാക്കണം. അല്ല ഞാനിത് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നവരെ ഇന്നത്തെ കാലത്തിന് ആവശ്യമില്ല. പുതിയ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ ഓടുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്കിൽസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കോളും. അപ്പൊ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നു. പണ്ട് എല്ലാവരും വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, ചാറ്റ് ചെയ്യാൻ അറിയാം, സ്റ്റാറ്റസ് ഇടാൻ അറിയാം, എല്ലാം നോക്കാൻ അറിയാം. ക്രമേണ നമ്മൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു അപ്ഡേറ്റ് വന്നാലും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ലേ. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പർപ്പസ്ഫുൾ നെറ്റ്വർക്ക്. ലേണിംഗ് എന്തായാലും ഉണ്ടാകണം. പുതിയ പുതിയ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പൊ ബഡ്ജറ്റ് വന്നു, ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ബഡ്ജറ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയൊക്കെ ഉണ്ട് എന്നുള്ളതിൽ, അല്ലെങ്കിൽ ബിസിനസ്സിനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട്, MSME ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിരിക്കണം. പിന്നെ നെറ്റ്വർക്ക് മീൻസ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റ് ഗ്രൂപ്പ്സ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കും, ഒരു കോമൺ പർപ്പസിന് വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും എന്നുള്ളത് നിങ്ങൾക്ക് കുറെ അവസരങ്ങൾ തരും. കാര്യം, ഒരാൾക്ക് കിട്ടുന്ന ഒരു ജോബിനെ കുറിച്ചുള്ള അവസരം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്ത് തരുന്നതിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആരാണോ ബെറ്റർ അവർക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. അതുപോലെ ലിങ്ക്ഡിൻ പോലത്തുള്ള ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൊക്കെ നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ അംഗത്വം ഉറപ്പാക്കുക. ശരിക്കും നിങ്ങളുടെ പ്രവർത്തനം ഉറപ്പാക്കുക. അതൊക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയിലേക്ക് പോകും. സാറേ, ഈ കമ്പനി സെക്രട്ടറിഷിപ്പ് അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എന്താണ് അതിന്റെ വാട്ട് ഈസ് ദ കോഴ്സ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഓൾ ദിസ് തിങ്സ്? ഓക്കെ, നമ്മുടെ CA പോലെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് CS. പക്ഷെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ CS കൂടുതലും തിയറി ഓറിയന്റഡ് പേപ്പേഴ്സ് ആയിരിക്കും, കൂടുതലും ലോ റിലേറ്റഡ് പേപ്പേഴ്സ് ആയിരിക്കും. കമ്പനി ലോ, LLP ഇങ്ങനെയൊക്കെ പറഞ്ഞ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, ഇങ്ങനെ കുറെ ആക്ടിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ CAയിലോട്ട് വരുമ്പോൾ CA മൊത്തം കൂടുതലും പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ആയിരിക്കും. നമ്മൾ CA പോലെ തന്നെ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. പക്ഷെ തിയറി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും, CA പ്രിഫർ ചെയ്യാം. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇഷ്ടം പോലെയാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ പാസ്സാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. നിങ്ങൾ തന്നെ ഇപ്പൊ ആലോചിക്കും, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ട് കൊണ്ട് പോയി ഒരു സൈൻ വാങ്ങുന്നതിന് തന്നെ പൈസയാണ്. ഓക്കെ, അപ്പൊ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഭയങ്കരമാണ്. പിന്നെ നമ്മളെന്ത് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മൾ ഫുള്ളി അതിനകത്ത് എൻഗേജ് ആയി നിൽക്കേണ്ടി വരും. അതൊന്നും പക്ഷെ ഒരു 6 മാസ കാലയളവൊക്കെ വരുന്നുള്ളൂ മാക്സിമം. അതിനകത്തൊക്കെ നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് എല്ലാ കമ്പനിയിലും ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ ലോ സെക്രട്ടറി എന്ന് പറയും. ഇപ്പം കൂടുതലും ഈ കൊമേഴ്സുകാർ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്.
LLB ഒക്കെ പഠിക്കുന്ന ആൾക്കാർ. അവരൊന്നും ഒരിക്കലും ഒരു കമ്പനീസ് ആക്ടിനകത്ത് നമ്മളത്രയും ഒരു പ്രാവീണ്യം ഉള്ളവരൊന്നും അല്ല. കമ്പനീസ് ആക്ടിനകത്ത് പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും കൊമേഴ്സുകാർക്കാണ് പറയാൻ പറ്റുന്നത്. പക്ഷെ നമ്മളത് ശ്രമിക്കാത്തത് മൂലം അതൊരു ഗ്ലാമർ പോസ്റ്റ് അല്ലെന്നുള്ളൊരു തോന്നൽ നമുക്കിടയിലുണ്ട്. ജയിക്കണമെങ്കിൽ തിയറി പേപ്പേഴ്സ് എല്ലാം ലോ പേപ്പേഴ്സാണ്, കൂടുതൽ ലോ പേപ്പേഴ്സാണ്. പിന്നെ നമ്മളെന്താ പുതിയ 2013 കമ്പനീസ് ആക്ട് ആണ്. വലിയ വലിയ ചേഞ്ചസ് ഒന്നും അല്ല, ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പഠിക്കാനും ആ ഒരു ഐഡിയ ഗ്രാസ്പ് ചെയ്യാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കാണ് ബെറ്റർ. നമ്മളെപ്പോഴും നമ്മുടെ ഒരു കുറവും ഒരു മെച്ചവും എന്തോ ഉണ്ടാവുമല്ലോ, ത്രെട്ട്, വീക്ക്നെസ്, ഇതൊക്കെ അറിഞ്ഞ്, സ്ട്രെങ്ത് ഇതൊക്കെ അറിഞ്ഞ് തന്നെ ഒരു സോർട്ട് അനാലിസിസ് നമ്മൾ നടത്തുക. നമുക്ക് ഏതിലാണ് കുറച്ചുകൂടെ നല്ലത്. CAക്കൊക്കെ ട്രൈ ചെയ്യാൻ മീൻസ് ഇപ്പൊ നമ്മളാരും ശ്രമിക്കാത്തതാണ് വലിയ വിഷയം. ഇപ്പൊ നമ്മൾ പറയും ബാങ്ക് എംപ്ലോയീസ് എന്ന് പറയുന്നത് കൊമേഴ്സുകാർക്ക് വേണ്ടിയുള്ള ജോലിയാണ് ബാങ്ക് എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം കൊമേഴ്സ് പഠിച്ചവർ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്? കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശ്രമിക്കാൻ വയ്യ. കാരണം അത് പരീക്ഷയുടെ പാറ്റേൺ ഒക്കെ ബിടെക്കാർ കുറച്ചുകൂടെ അനുകൂലം. അതൊന്നും നമ്മൾ ശ്രമിക്കൂല എന്നുള്ളതാണ്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. CS ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു വലിയ വിഷയം. ആരെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ ഞാനിപ്പം BCom MCom ഒക്കെ പഠിക്കുന്നവരുടെ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. നമുക്ക് കുറച്ച് പ്രോബ്ലം പേപ്പറുകളുണ്ട്. മിക്കപ്പോഴും പ്രയാസം വരുന്ന പേപ്പറുകൾ പ്രോബ്ലം പേപ്പറുകളാണ്, ഇൻകം ടാക്സ്. അപ്പൊ അത് ഒരാളുടെ ഹെൽപ്പോട് കൂടി മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ഇവരെ ഓപ്റ്റ് ചെയ്തത് നന്നാവും. കാരണം ഒറ്റയ്ക്കിരുന്ന് നമുക്കത് പഠിക്കുന്നതിന് പ്രയാസമുണ്ട്. കാരണം ഓരോ വർഷവും ഇൻകം ടാക്സ് ആക്ട് വരുമ്പോൾ റേറ്റുകൾ മാറും, ഓരോ എമൗണ്ടുകൾ മാറും. അതൊക്കെ മാറുമ്പോൾ പിന്നെ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക. ഈ CS-നൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന കുറെ ബുക്കുകളൊക്കെ ഉണ്ട്. ആ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാറും. വായന എന്ന് പറയുന്ന ഒരു ഘടകം അത്യാവശ്യമാണ്. മിനിമം നമ്മുടെ പണ്ട് പറയും പാഠപുസ്തകങ്ങൾ വായിക്കുക. മിനിമം നമ്മുടെ റഫറൻസ് ബുക്കുകൾ വാങ്ങിച്ച് വായിക്കുക. റഫറൻസ് ബുക്കുകളൊന്നും വലിയ കോസ്റ്റ്ലി അല്ല, ഒരു 100-300 രൂപയേ ഉള്ളൂ. പിന്നെ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റുകൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയിട്ട് കിട്ടും. അപ്പൊ അവിടെയൊക്കെ പോയി വാങ്ങുകയോ വായിക്കുകയോ ചെയ്യുക. നല്ലൊരു അസറ്റ് ഉണ്ടാക്കിയെടുക്കുക ബുക്കുകളുടെ. അതൊക്കെ എപ്പോഴും നമുക്ക് നന്നായിരിക്കത്തേ ഉള്ളൂ. CS-ന് എൻറോൾ ചെയ്യുന്നവർക്ക് ഉള്ളൊരു ഉപദേശം ഇതാണ്, കൂടുതൽ തിയറി പേപ്പേഴ്സാണ്. തിയറി പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം പ്രയാസം ഉള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം, തിയറി പേപ്പർ ഓപ്റ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം മിനിമം ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടാവും. അത് കമ്പനി സെക്രട്ടറി എന്നല്ലെങ്കിൽ ലോ സെക്രട്ടറി എന്നായിരിക്കും പേര്. അവർ ഡീൽ ചെയ്യുന്ന മൊത്തം കമ്പനി ലോ അല്ലെങ്കിൽ LLP ആക്ട്, ഇങ്ങനെ കുറെ ആക്ടുകളൊക്കെയാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഡീപ്പായിട്ട് പഠിക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. സോ ഐ ഹോപ്പ് ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ല എന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷനിലെ ഒരു കൺക്ലൂഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്, അന്തരാജ് സാറിന് വലിയൊരു താങ്ക്സ്. ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾ മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും. ഒരു ഡൗട്ടും കൂടെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അത് ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു ഫീൽഡാണ്. ഫീൽഡ് മീൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോ റിസർച്ച് എന്ന് പറഞ്ഞാൽ പോലും, PhD എന്ന് പറഞ്ഞു, PhD എന്ന് പറഞ്ഞതിൽ പോലും നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, കുറെ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. പണ്ടും നമ്മുടെ കയ്യിൽ ഡേറ്റയുണ്ട്, ഇപ്പോഴും ഡേറ്റയുണ്ട്. പണ്ടത്തെ ഡേറ്റ എല്ലാം നമ്മൾ പേപ്പറിൽ എഴുതി കൂട്ടിയിരുന്നു. ഇപ്പൊ ഡേറ്റ എഴുതി കൂട്ടാതെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തതിനു ശേഷം ആ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും, ഒരു നമ്പർ തരികയാണ് ചെയ്യുക. ആ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു മാനേജർ തീരുമാനമെടുക്കുക. അത്രേ ഉള്ളൂ ഡേറ്റ അനലിറ്റിക്സ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, പിന്നെ റിസർച്ച്, മാർക്കറ്റ് റിസർച്ച്, ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണ്ട 2 ഐറ്റംസേ ഉള്ളൂ. ഒരു സിസ്റ്റം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, എക്സൽ, പിന്നെ ഒരു എക്സൽ. ഈ 2 ഐറ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് കിട്ടും, ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ജോലി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം കിട്ടും. അതല്ലാതെ എന്തിനൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, ഇത്ര വർഷത്തെ
ഡിമാൻഡ് അല്ലെങ്കിൽ ഇത്ര വർഷത്തെ സെയിൽസിന്റെ ഡേറ്റ ആയിരിക്കും. ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയുണ്ട്. എന്ത് ഡേറ്റ ചോദിക്കുന്നോ ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പോലും ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ R എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, SPSS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം എക്സൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ചെറിയ അല്ലെങ്കിൽ ഈസി ആക്കി എന്നുള്ളതേ ഉള്ളൂ ഓരോരോ സോഫ്റ്റ്വെയർ വന്നപ്പോൾ. എക്സലിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും. എക്സലിൽ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഡേറ്റയെ അനലൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ആയിട്ടുള്ള ഡേറ്റയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആയി കൊടുക്കുക എന്നുള്ളത്. പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം മിക്കവാറും നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിസ്ക് കുറയ്ക്കാനുള്ള ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് കമ്പനികളുടെ ഷെയറിലോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പൈസ അതൊക്കെ നിക്ഷേപിക്കും. അതിനെ മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുന്നത്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒന്നിലധികം ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് അതിനെ പോർട്ട്ഫോളിയോ. ഒരാളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ചിലപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ഗോൾഡ് ഉണ്ടാവും, പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാവും. എല്ലാത്തിനെയും കൂടെ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ട്. ഇതിന്റെ പ്രത്യേക കോഴ്സുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് MBAയുടെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. അതിനകത്ത് കൂടുതലും പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ BCom അല്ലെങ്കിൽ MCom BBA പഠിക്കുമ്പോൾ അതിനകത്ത് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നൊരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ വളരെ നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുക, കാരണം മാർക്കറ്റിലെ ഓരോ ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചിട്ടും കുറെ നല്ല പദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ നമ്മുടെ ഇതിനൊക്കെ പോകണമെങ്കിലുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും, BCom BBA ആയിരിക്കും. ഈ രണ്ട് സബ്ജക്റ്റുകളിൽ എന്തുണ്ട്, ഈ രണ്ട് പേപ്പർ വരുന്നുണ്ട്. സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് തരുന്നുണ്ട്. ഇതിന്റെ ഒരു വലിയൊരു ബ്രോഡ് ഏരിയയാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന്റെ ഒരു സ്റ്റെപ്പാണ് സെക്യൂരിറ്റി അനാലിസിസും, ഒരു സ്റ്റെപ്പാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റും. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ബാക്കി കുറച്ച് സ്റ്റെപ്സും ഉണ്ട്. പോർട്ട്ഫോളിയോ റിവിഷൻ ഉണ്ട്, പോർട്ട്ഫോളിയോ അനാലിസിസ് ഉണ്ട്, അപ്പൊ അങ്ങനെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും. അപ്പം MBA ഒക്കെ എടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, MBA ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എടുക്കുക. കുറച്ചുകൂടെ ജോലിയൊക്കെ തന്നെ കുറച്ചുകൂടെ ഈ ഒരു ഏരിയ ജോലി തന്നെ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടും. സോ അങ്ങനെ നമ്മുടെ ഈ ഒരു സെഷന്റെ ഒരു ടൈം ആയിരിക്കുകയാണ്. സോ നമുക്ക് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. സോ നമ്മുടെ എല്ലാ ലേണേഴ്സിനും ഈ ഒരു സെഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സാറ് പറയുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക, ആൻഡ് നമ്മുടെ കരിയർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. സോ താങ്ക് യു ഓൾ, താങ്ക് യു വൺസ് അഗെയിൻ. So action task session 8, future blueprint, career planning and skill development. So ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ, that is take any one occupation or field that we talked about in this session and explore more on that and share your findings in the group chat. സോ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫീൽഡ് അല്ലെങ്കിൽ ഒരുപാട് ഒക്കുപ്പേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഏതെങ്കിലും ഒരു ഒക്കുപ്പേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതാണോ ആ ഒരു ഒക്കുപ്പേഷൻ ചൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ആ ഫീൽഡിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതേപോലെ ആ ഒരു ഫീൽഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഓക്കുപ്പേഷനെ കുറിച്ച് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്സർവേഷൻസ് എന്താണ് എന്നുള്ളത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പിക്ചർ ആയിട്ടോ നിങ്ങൾക്ക് മെന്റേഴ്സിന് ഷെയർ ചെയ്യാം. ക്ലിയർ ആണോ? ഏതെങ്കിലും ഒരു ഒക്കുപ്പേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഒക്കുപ്പേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സും അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. സോ ഇനി നമുക്ക് അടുത്തൊരു സെഷൻ, അടുത്ത നമ്മുടെ സെഷൻ 9 എന്ന് പറയുന്നത് വെൽനസ്, ബീയിങ് ആൻഡ് ബാലൻസ് ആൻഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആണ്. സോ ഈ ഒരു സെഷൻ സക്സസ്ഫുൾ ആയ പോലെ അടുത്ത സെഷനിലും നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ആ ഒരു സെഷനെ നല്ലൊരു സക്സസ് ആക്കുക. സോ താങ്ക് യു ഓൾ.